സിനിമാ താരങ്ങളുടെ ചാനൽ ബഹിഷ്കരണം മണ്ടത്തരമെന്ന് വിനയൻ. സിനിമാ സംഘടനകൾ ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതിനോട് യോജിപ്പില്ല. പ്രശ്നം കൂടുതൽ വഷളാക്കും. ഗ്രൂപ്പ് പ്രവർത്തനമല്ല വേണ്ടതെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും വിനയൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നികേഷ് ശ്രീധരൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. നികേഷ്, ഓണത്തിനുള്ള താരങ്ങളുടെ ചാനൽ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിനയന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? സോമി, സിനിമാ സംഘടനകൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ യോഗം ചേർന്നതിനോട് ആണ് വിനയന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതിനോട് രൂപീകരിക്കാൻ യോഗം വിളിച്ചതിനോട് യോജിപ്പില്ലെന്ന് വിനയൻ അല്പസമയം മുമ്പ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമാ രംഗത്തെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. നിലവിലെ ഇത്തരത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കാനുള്ള നീക്കം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്നതിന് തുല്യമാണ്. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കും. സിനിമാ സംഘടനകളുടെ ഗ്രൂപ്പ് യോഗം അല്ല വേണ്ടതെന്നും വിനയൻ പറഞ്ഞു. ഈ രംഗത്തെ നിഷ്പക്ഷരായവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതിയാണ് രൂപീകരിക്കേണ്ടത്. ചില ചാനലുകൾ ബഹിഷ്കരിക്കാനുള്ള നീക്കം മണ്ടത്തരമാണെന്നും വിനയൻ പറഞ്ഞു. ചെറിയ സിനിമകൾക്ക് ഇടം ലഭിക്കാനായി സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ചാനൽ രൂപീകരിക്കാൻ മുൻപ് ആലോചനയുണ്ടായിരുന്നു. തന്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലൊരു ആലോചന ഉണ്ടായിരുന്നത്. ആ നീക്കം അട്ടിമറിച്ചവർ ഇപ്പോൾ ഇത്തരത്തിൽ ചാനലുകൾ ബഹിഷ്കരിക്കാൻ വേണമെന്ന് പറയുന്നത് അപഹാസ്യമാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് ബോഡി ഡ്യൂപ്പ് ഉപയോഗിച്ചെന്ന സംവിധായകൻ ജീൻ പോളിനെതിരായ പരാതിയുടെ സത്യാവസ്ഥ പോലീസിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് നിലവിലെ സംഘടനകളുടെ ദൗർബല്യമാണ്. അതായത് ഇത്തരത്തില് തെറ്റായ നടപടികളിലൂടെ ചീഞ്ഞു നാറിയ ഒരു നേതൃത്വമാണ്, സംവിധായകരുടെ നേതൃത്വമാണ് ഇവർ നിലവിലുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ബോഡി ഡ്യൂപ്പ് ഉപയോഗിക്കുന്നത് സിനിമയിൽ സർവ്വസാധാരണമാണ്. കാരണം ഏതെങ്കിലും ഒരു താരത്തിന് താൻ അഭിനയിച്ചതിന്റെ തുടരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു നിർത്തിക്കൊണ്ട് ബോഡി ഡ്യൂപ്പ് ഉപയോഗിക്കുന്നത് സിനിമയിലെ ഒരു സർവ്വസാധാരണമായ കാര്യമാണ്. മറ്റ് അശ്ലീല രംഗങ്ങൾ അല്ലാത്ത ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും സംവിധായകൻ വിനയൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നിലവിലെ പ്രശ്നങ്ങൾ നികേഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സംവിധായകൻ വിനയൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനയൻ, ഇവിടെ സിനിമാ താരങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ചാനൽ പരിപാടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. അതിനുള്ള ഒരു കാരണമായി അവർ പറയുന്നത് ദിലീപിനെതിരായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. താരങ്ങളുടെ ഈ നിലപാട് എത്രത്തോളം ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്? അത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒന്നാമത് കേരള ജനതയുടെ മുന്നിലും സിനിമാ പ്രേമികളുടെ മുന്നിലും ഒക്കെ സിനിമാക്കാര് കുറച്ച് കുഴപ്പത്തിലാണ് ഇപ്പം. അതിന് കാരണം നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ചിലരുടെ അവര് ചില ക്രിമിനൽ നടപടികളിൽ ഇടപെട്ടതും അറിഞ്ഞോ അറിയാതെയോ സിനിമാ സംഘടനകൾ പലതും അതിനെ മൂടിവെക്കത്തക്ക രീതിയിൽ ചില സംഭാഷണം നടത്തിയതും നിരപരാധിയാണെന്നും ഞങ്ങൾക്കറിയാമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഘടനാ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പെപ്റ്റയുടെയും അമ്മയുടെയും ഒക്കെ നേതാക്കന്മാർ ചാനലിലെ പരിപാടികളിൽ ഇത് മാധ്യമ വിചാരണയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ നടനെ അറസ്റ്റ് ചെയ്യുകയും പിന്നെ തെറ്റുകാരനാണെന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തുകയും ചെയ്തപ്പം നമ്മുടെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും തെറ്റ് ചെയ്തു, ക്രിമിനൽ കുറ്റത്തിലകപ്പെട്ടാൽ അയാൾ തെറ്റിച്ചിട്ടുണ്ട്, അയാൾ ആ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയേണ്ടതിന് പകരം അതിനെ ഭയങ്കരമായിട്ട് മൂടി വെക്കാൻ ശ്രമിച്ചു എന്നൊരു വലിയ ചീത്ത പേര് സിനിമാക്കാർക്ക് ഉണ്ടെന്നുള്ള സത്യമാണ്. അപ്പൊ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രവർത്തനം വേണ്ടതിന് പകരം വീണ്ടും കൂടിയിട്ട് ആ വാർത്ത കൊടുത്ത ചാനലുകളെ ബഹിഷ്കരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ എക്കാലത്തും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യമില്ലാതെ എന്തെല്ലാം വിമർശനങ്ങൾ അവരെ ഏൽക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഈ അസഹിഷ്ണുത കാണിക്കാൻ പോയാൽ എന്താകും കഥ? അപ്പം അത് മാത്രമല്ല, ഈ മിനി സ്ക്രീനും മെയിൻ സ്ക്രീനും ഒക്കെ തമ്മിൽ ഒരുമിച്ച് പോകേണ്ടതാണ്. സിനിമയുടെ പബ്ലിസിറ്റി ചാനലുകൾക്ക് വേണം. ചാനലുകളും സിനിമാക്കാരുമായിട്ട് ഒത്തിരി സിനിമാക്കാർ ചാനലുകളിൽ പരിപാടി നടത്തി ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, ഈ ചെറിയ സിനിമകളുടെ സാറ്റലൈറ്റ് ഈ വലിയ ചാനലുകൾ എടുക്കുന്നില്ല, സൂപ്പർ താരങ്ങളെ എടുക്കുന്നുള്ളൂ. 1000-ഓളം സാറ്റലൈറ്റ് പോകാത്ത ചെറിയ സിനിമകൾ ഇപ്പം ഇവിടെ പെട്ടിയിലിരിപ്പുണ്ട്. അത് കാണിക്കാനായിട്ടൊരു ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ഈ വൻകിട ചാനലുകാർക്ക് വേണ്ടി ആ പദ്ധതി തന്നെ തകർത്തവരാണ് ഇപ്പൊ പറയുന്നത് ഈ ചാനലുകളെ കാരണം അവർക്കെതിരെ എന്തൊക്കെയോ ചർച്ചകൾ വന്നാൽ തങ്ങൾക്ക് അഭിമാനക്ഷതമാകുമോ,
തങ്ങളുടെ വികൃതികളും ഇനി അവിടെ പറയപ്പെടുമോ? എന്തുദ്ദേശിച്ചാന്ന് എനിക്കറിയില്ല. ഇത് മണ്ടത്തരമാണ്. കൂടുതൽ കുഴപ്പത്തിലോട്ട് അവർ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ഇടപെട്ട് ഇതിനകത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇടപെടേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതി, വളരെ നിഷ്പക്ഷമതികളായ സീനിയറായ ഒത്തിരി മതിപ്പുള്ള നടന്മാരും നിർമ്മാതാക്കളും ഒക്കെ മലയാള സിനിമയിലുണ്ടല്ലോ, അവരൊക്കെ കൂടി ചേർന്നൊരു സമിതി ഉണ്ടാക്കട്ടെ. ഇതിനെല്ലാം കൂട്ടുനിന്ന ഫെഫ്കയുടെ അമ്മയുടെ നിലവിലുള്ള നേതാക്കന്മാർ കൂടി കമ്മിറ്റി കൂടി സമിതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചിന്താഗതിയാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് വിനയൻ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നടന്മാരെ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചാനലുകൾ വഴി തന്നെയാണ്. ചാനലുകളിൽ നിന്ന് അകന്നു നിന്ന് ഒരു പ്രതിഷേധം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് സിനിമാ മേഖലയ്ക്ക് തന്നെ ആയിരിക്കുമല്ലോ തിരിച്ചടിയാവുക. അതെ, ഞങ്ങൾ ഇക്കാര്യത്തില് നേരത്തെ സ്ഥിരം ഈ അവാർഡ് ദാന ചടങ്ങുകളും മുഴുവൻ താരങ്ങളും സ്ക്രീനിൽ വന്ന് നിരന്നുള്ള പ്രോഗ്രാമുകളൊക്കെ സ്ഥിരം കാണുമ്പോൾ ഈ വീട്ടമ്മമാരൊക്കെ അത് സിനിമ കാണാൻ പോകുന്നതിലും വലിയ നല്ല പരിപാടി ഇതാണ്, ആ സ്ക്രീനിൽ കാണേണ്ടവരെ മുഴുവൻ ഇവിടെ കാണാമല്ലോ, അതുകൊണ്ട് ഇത്തരം പരിപാടികൾ കുറയ്ക്കണം എന്ന് പണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ എന്നെ കണക്കുള്ളവർ പറഞ്ഞിരുന്നതാണ്. കുറയ്ക്കുക, ഇന്റർവ്യൂവിന് പോകുന്നതല്ലല്ലോ ഭയങ്കരമായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അല്ലെങ്കിൽ ജയറാമും ഒക്കെ വേഷം കെട്ടി ആടുക ഒരു 2 മണിക്കൂർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ജനങ്ങളെ അത് ആകർഷിക്കും. സിനിമാക്കാർ തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അന്ന് അതിനെ ഞങ്ങൾ പറഞ്ഞ അർത്ഥം പോലും മനസ്സിലാക്കാതെ, അതായത് അയ്യോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അത് നമുക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ തങ്ങളെ പറ്റി എന്തൊക്കെ ഒരു വിമർശനം വന്നപ്പോ ആ ചാനലിനെ ബഹിഷ്കരിക്കുന്നെന്ന് പറഞ്ഞാൽ, അതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. അല്ലെ, തിലകൻ ചേട്ടൻ പണ്ട് തൊട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഒരു മാഫിയ സംസ്കാരം. തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, തങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അവരെ ഞങ്ങൾ ഇല്ലാതാക്കും. അത് ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. ഒപ്പം തന്നെ വിനയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ താരങ്ങൾക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ഉണ്ടായിരുന്നു, ദിലീപിനെ എതിർക്കുന്നവരും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ ഒരു ചാനലുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ വിവരം അറിഞ്ഞപ്പോൾ ഫിലിം ചേംബർ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനും അവിടെ പോയി, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അവിടെ ചിലതൊക്കെ പറയാനുണ്ടെന്നും പറഞ്ഞാണ് വിളിച്ചത്. അവിടെ ചെന്നപ്പോ ഇതാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പോലും പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് എന്ന് മാത്രമല്ല, ഇതിനകത്ത് അമ്മയും ഫെഫ്കയുമാണ് മുൻകൈ എടുത്തതെന്ന് പറയുന്നു. അപ്പോ അതിനകത്ത് ഈ ഒരു ഇഷ്യൂവിൽ ഒരു ചാനലിലും ഒരു നിർമ്മാതാവിനെയും നിർമ്മാതാക്കളുടെ സംഘടനയോ അല്ലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയോ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല, തിയേറ്ററുകാരെയോ. ഇതിന്റെ പ്രശ്നം ഇപ്പൊ വന്നിരിക്കുന്നത് ഈ നടന് വേണ്ടി നിന്ന അമ്മയുടെ ചില പ്രമുഖ താരങ്ങളും ഈ നടന് വേണ്ടി നിന്ന ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള ചിലരും അവര് മാത്രമാണ്. അപ്പൊ അവരുടെയിലാണ് സംഘടന എന്നുള്ളതുകൊണ്ട് അവര് മറ്റുള്ളവരുടെ ചെലവിൽ അവരെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നു അതൊരു വിജയകരമാകത്തില്ല, അതിനോട് എല്ലാവരും സഹകരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തെറ്റായ പ്രവണതയെ പുറത്തു കൊണ്ടുവന്നു എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു വിഭാഗമാണെങ്കിൽ പോലും ചാനലുകളെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം അതെങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, കലാകാരന്മാരെന്നും തിരുത്തൽ ശക്തികളായിരിക്കണം. കലാകാരന് തെറ്റുപറ്റിയാൽ ഞാൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് കൈനീട്ടിക്കൊടുത്ത് അറസ്റ്റ് വരിക്കാനോ, അത് അങ്ങനെയാണ് കലാകാരന്മാരെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നത്. ഒത്തിരി ഉയർന്ന ചിന്താഗതിയും തെറ്റുപറ്റാം, സമൂഹത്തിൽ കുഴപ്പക്കാരാകാം, അതൊക്കെ. പക്ഷെ അങ്ങനെയുള്ളവരെ തെറ്റാണ് ചെയ്തതെന്ന് തന്നെ പറയുകയും അവരെ മാറ്റി നിർത്തുകയും അവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യട്ടെ. അല്ലാതെ ഈ കലാകാരന്മാരെന്ന് പറയുന്ന തിരുത്തൽ ശക്തിയായിട്ട് കാണണം, ചിന്താശക്തി ഉള്ളവരാന്നൊക്കെ പറയുന്നവർ തന്നെ ഈ കേട്ടാലറയ്ക്കുന്ന വൃത്തികെട്ട നാണം കെട്ട ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾക്ക് മറപിടിച്ചുകൊണ്ട് അത്തരം കുറ്റങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അതിന് ഞങ്ങൾക്ക് അത് കേൾക്കാൻ സഹിഷ്ണുതയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നെങ്കിൽ അത് അവർക്ക് തന്നെ അവർ കുഴി തോണ്ടുകയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ ഈ സിനിമാ സംഘടനകൾ മണ്ടന്മാരുടെ ഒരു കൂട്ടമാണ് പലപ്പോഴും. അവർക്ക് ചില ശക്തി, ഇപ്പൊ എന്നെയൊക്കെ അവർക്ക് 8-9 വർഷമൊക്കെ വെളി നിർത്താൻ പറ്റി. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക്, കാരണം ഇവരെ നേതാക്കന്മാരോ ചിന്താശക്തി ഉള്ളവരോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരം പിടിച്ച തീരുമാനങ്ങൾ വീണ്ടും ഇവരെടുക്കുന്നത്. ഒപ്പം തന്നെ സിനിമാ സംഘടനകൾ ഉന്നതാധികാര സമിതി രൂപീകരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉന്നതാധികാര സമിതി എന്ന് പറയുന്ന സർക്കാർ ഉൾപ്പെട്ട, ഞാനത് നേരത്തെ തൊട്ട് പറയുന്നതാണ്, ഈ ഇഷ്യൂ വന്നപ്പോൾ തൊട്ട് സർക്കാർ ഉൾപ്പെട്ട ഒരു സമിതി. കാരണം അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിൽ ഇങ്ങനെ 13.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ക്രിമിനൽ കുറ്റത്തിന് ക്വസ്റ്റ്യൻ ചെയ്ത ഒരു പ്രതിയെ പിടിച്ച് ഡയസിലിരുത്തിക്കൊണ്ട് ഇയാളെ ഞങ്ങൾക്കറിയാം,
ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കും എന്നൊക്കെ അങ്ങനെ ഒരു സമിതി പറയാൻ പറ്റത്തില്ലോ. സർക്കാർ ഉൾപ്പെട്ട ഒരു സമിതിയാണെങ്കിൽ അതിന് കുറച്ച് ന്യായമെങ്കിലും നോക്കുമല്ലോ. അങ്ങനെ ഒരാളുണ്ട് ഡയസിന് താഴെ ഇരുത്തുക, അയാൾ അഗ്നിശുദ്ധി എത്തിയതിനു ശേഷമേ ഇത് ഇരുത്താൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പം മുകേഷൊക്കെ MLA ആയതുകൊണ്ടൊന്നും ഇത്തരം വിവരങ്ങൾ വേണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അന്നോടൊക്കെ നീ ബഹളമൊക്കെ കാണിച്ചത്. ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്ത് ഈ പറയുന്ന സംഘടനാ നേതാക്കന്മാരല്ല, ഇവരൊക്കെ 8, 10, 12 വർഷം ആ സംഘടനയുടെ മുകളിൽ ഇരുന്ന് അവര് ചില വൃത്തികേടുകൾക്ക് കണ്ണടച്ച് കൊടുത്തുകൊണ്ടാണ് ഈ നടൻ ഇന്ന് അകത്ത് കിടക്കുന്നത് പോലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്തരം അസഹിഷ്ണുതയ്ക്കും ഇത്തരം വൈര്യനിര്യാതന ബുദ്ധിക്കും കൂട്ടുനിന്ന സംഘടനാ നേതാക്കന്മാർ തന്നെ ഇന്നലെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ നിഷ്പക്ഷമതികളായ ആൾക്കാര് സിനിമയിലുണ്ടല്ലോ, വളരെ സീനിയർ ആയിട്ടുള്ളവരും നല്ല നിഷ്പക്ഷമതികളായ നിർമ്മാതാക്കളും ഒക്കെ ഉണ്ട്. ഇവര് തന്നെ വേണോ? ഈ 12 വർഷമായിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അവരെ മാറിയിട്ട് അങ്ങനെയുള്ളവരെ അതിനകത്ത് വെച്ചിട്ട് സർക്കാരും കൂടി ഇടപെട്ട് ഈ സിനിമയൊന്ന് നവീകരിക്കാനോ അതിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇടപെടുന്നത് നല്ല കാര്യം തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ വിനയൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സിനിമാ സംഘടനകൾ ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതിനെതിരെ ആണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ പ്രതികരിച്ചത്. ഇപ്പോൾ നികേഷ് വീണ്ടും കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നികേഷ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ചാനലുകളെ ബഹിഷ്കരിക്കുക എന്ന് ഒരു വിഭാഗം താരങ്ങൾ മാത്രം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണോ, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനമാണെന്ന് കരുതാനാകുമോ? സ്വാമി, ഈ സിനിമാ രംഗത്തെ വിഷയങ്ങളിൽ എന്നും ശക്തമായ നിലപാടെടുക്കുന്ന സംവിധായകൻ വിനയൻ ഇപ്പോൾ സിനിമാ രംഗം നേരിടുന്ന 3 പ്രധാന വിഷയങ്ങളെ കുറിച്ചാണ് തന്റെ ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ചില സിനിമാ സംഘടനകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഒത്തുചേർന്ന് നിലവിലുള്ള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാനുള്ള ചില ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ തന്റെ നിലപാടാണ് വിനയൻ വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ഒരു സിനിമ രംഗത്ത് മറ്റൊരു സംഘടന രൂപീകരിക്കുന്നത്, നിലവിലെ സംഘടനകളുടെ തലപ്പത്തുള്ളവർ ചേർന്ന് ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നത് സിനിമാ രംഗത്തെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ഗുണം ചെയ്യില്ല എന്നാണ് വിനയൻ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായി സർക്കാർ മുൻകൈയിൽ ഈ രംഗത്തെ നിഷ്പക്ഷരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സമിതിയാണ് രൂപീകരിക്കേണ്ടതെന്നാണ് വിനയൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ രംഗത്തെ പ്രത്യേകിച്ചും സംവിധായകരുടെ സംഘടനാ രംഗത്തെ ചില ദൗർബല്യങ്ങൾ കൂടി വിനയൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി ബി 2 എന്ന ചിത്രത്തിലെ ജീൻ പോൾ ലാലിനെതിരായ ഒരു കേസ്. ഇതിൽ ജീൻ പോൾ ലാൽ ഒരു നടിയുടെ ബോഡി ട്യൂബ് ഉപയോഗിച്ചു എന്നാണ് ഇതിൽ പരാതിയിൽ പറയുന്നത്. ഈ വിഷയം കൃത്യമായി പോലീസ് അധികാരികളെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു നടപടി തെറ്റല്ല എന്ന് പോലീസ് അധികാരികൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തേണ്ടത് സംഘടനയുടെ ചുമതലയാണ്. അവർക്ക് ആ ചുമതല വഹിക്കാൻ കഴിയാത്തത് ചില ചീഞ്ഞു മാറിയ വിഷയങ്ങളിൽ ഇവർ ഇടപെട്ട് ഒരു സിനിമാ സംഘടനകൾ ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതിനെതിരെ സംവിധായകൻ വിനയൻ രംഗത്ത് വന്നിരിക്കുന്നു. അമ്മയുടെയും ഫെഫ്കയുടെയും നേതാക്കൾ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ യോഗം വിളിച്ചതിനോട് യോജിപ്പില്ല എന്നും വിനയൻ പറയുന്നു. ഒപ്പം തന്നെ താരങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ചാനലുകൾ ബഹിഷ്കരിക്കുമെന്ന തീരുമാനം മണ്ടത്തരമാണെന്നും വിനയൻ പറഞ്ഞു.